കാർത്തിക ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് തിരക്കുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ? ആ തിരക്കിനെ കുറിച്ച് എങ്ങനെയാണ് തിരക്കിനെ നോക്കി കാണുന്നത്? തിരക്ക് രസമുണ്ട്, എനിക്കിഷ്ടമാണ്. പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലൊരു ടേൺ അല്ലേ? ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും തിരക്കോ, അതിന്റെ പകുതി തിരക്ക് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ഒരു എന്താ പറയാ, പഠിക്കുക, എന്തെങ്കിലും ജോലി മേടിക്കുക, രാവിലെ ഓഫീസിൽ പോവുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു. സിനിമയ്ക്ക് വരാനുള്ള യോഗം നേരെ തിരിഞ്ഞു പോയല്ലോ. അപ്പോൾ ഭയങ്കര തിരക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു വർക്ക് എന്ന് വെച്ചാൽ രാവിലെ നിൽക്കുക, ഇപ്പോൾ ഒരുമിച്ച് 2-3 പടമൊക്കെ ചെയ്യുമ്പോഴാണ് തിരക്ക് അനുഭവിക്കുക. അപ്പം നമ്മൾ കുറച്ച് പ്രയാസമുണ്ട് ഓട്ടം ഓടി എത്താനുള്ളൊരു. അത് മാത്രമല്ല രസമുണ്ട്, പിന്നെ ഭയങ്കര രസമുണ്ട്. നമുക്കത് ഞാൻ എൻജോയ് ചെയ്താ ചെയ്യുന്നതെല്ലാം. തമിഴ് സിനിമയിലെ കൂടുതലും ചെയ്യുന്നത്. മലയാളത്തിൽ നിന്ന് വന്നാലും മലയാളത്തിലെ നടിമാർ അവർക്കൊരു ട്രെൻഡ് ഉണ്ട്, വന്നിത്തിരി മുഖം കാണിച്ചു പെട്ടെന്ന് ഓടി തമിഴ്നാട്ടിലോട്ട് പോയി. ആ തമിഴ്നാട്ടിലോട്ട് പോകുന്നതിൻ്റെ കാര്യമുണ്ട്. അവിടെയാണ് കൂടുതലായിട്ടും റെമ്യൂണറേഷനും അല്ലെങ്കിൽ റോള് ക്യാരക്ടർ ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും കൂടുതലായിട്ടൊരു ഫെയിം ആൻഡ് ഗ്ലാമർ അതിന് അവിടെ ചാൻസ് ഉണ്ട്. അപ്പോൾ കാർത്തികയ്ക്ക് തമിഴിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള ഒരു കാരണം ഇത് തന്നെയായിരുന്നു. ഒരു പകുതി വരെ അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ നല്ല ക്യാരക്ടേഴ്സ് ഒന്നും വിളിക്കുന്നില്ല. അതിപ്പോൾ നമുക്ക് തുറന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. നല്ല നമ്മൾക്ക് ആഗ്രഹിച്ച പോലെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നമ്മളൊന്നും വിളിക്കുന്നില്ല. നമുക്ക് വിളിക്കാതെ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ലയൺ എന്ന് പറയുന്ന പടം ചെയ്തു, ഞാനതിൽ ദിലീപേണ്ട സിസ്റ്ററായിട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അവരാ CD കണ്ടിട്ട് എന്നെ അതിൽ നായികയായിട്ട് ഒരു പ്രൊമോഷനോടുകൂടി വിളിക്കുകയാണ്. ആരും പോവില്ലേ? അപ്പോൾ അങ്ങനെ പോയി ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കാവ്യ ചെയ്ത ക്യാരക്ടർ എന്നെ അവിടെ ശരത് കുമാറിന്റെ ഹീറോയിനായിട്ട് വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് സന്തോഷമാണ്. അപ്പോൾ ഞാനങ്ങ് ഓടിപ്പോയി ചെയ്തു. പിന്നെ ശമ്പളവും കൂടുതലുണ്ട്. കുറച്ചുകൂടെ ഇപ്പോൾ ഒരു മലയാള സിനിമയെ കുറ്റം പറയല്ല ഒരിക്കലും, പക്ഷെ ഒരു സുഖമുണ്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ തമിഴിൽ ചെയ്തു, നംനാട് ചെയ്തു അല്ലേ? അത് ഞാൻ തിരിച്ചു വന്നിട്ടല്ലേ 2020 ചെയ്തത്. അപ്പോൾ ഈ മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോഴൊരു എങ്ങനെയായിരിക്കും അത്? ഹൗ ഡു ദേ ആക്സെപ്റ്റഡ്? ഓ യൂട്യൂബ് പോയി തമിഴിലേക്ക് ആ ഒരു അങ്ങനെയൊന്നുമില്ല കേട്ടോ, എന്നോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എല്ലാവരും അതുപോലെ തന്നെ. പക്ഷെ വിളിച്ചല്ലോ, എത്രയോ ആർട്ടിസ്റ്റുകളുള്ള ഒരു പടത്തിന് നമ്മൾ അസോസിയേഷനിൽ ഒരാളാണ്, നമ്മളെ വിളിച്ചു, നമ്മൾ വന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് അതിലങ്ങനെ ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാലും വിളിച്ചപ്പോൾ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആയുധം ചെയ്തു, MI നിഷാദിന്റെ സുരേഷ് ഏട്ടൻ്റെ പടം തന്നെ ചെയ്തു. അതിലും പക്ഷെ അവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കാണത് ഫീൽ ചെയ്യുക. നമ്മളിവിടെ നമ്മളോട് അങ്ങനെയൊന്നും അവർ വലിയ ജാടായിട്ടൊന്നും ഇവിടെ ഒന്നും പെരുമാറത്തില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ടു നടക്കല്ലേ, ഒരു കാരവൻ തരും, അതിനകത്ത് കയറ്റി ഇരുത്തും. മാഡം ഷോർട്ട് റെഡി എന്ന് പറയാൻ വിളിക്കുക, പോവുക. ഞാൻ അവിടെ ഒരു സംഭവം ഉണ്ടായി, ഷോർട്ട് ഇല്ലാത്തപ്പോൾ ആ കാരവൻ്റെ അകത്ത് കയറാതെ പുറത്തിറങ്ങി നിന്ന് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു, ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ. അപ്പൊ അതിനകത്ത് വെറുതെ, കാരണം ഒരു വീട്ടിലാണ് ഷൂട്ട്, അവിടെ ഒരു ക്യാരവന്റെ ആവശ്യമൊന്നുമില്ല. മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ റോഡിലിരിക്കുക, റോഡിൽ ഭക്ഷണം കഴിക്കുക, അങ്ങനെയാണ്. പക്ഷെ ഇത് ആ ഒരു ഓട്ടോയിൽ കയറി ഇരുന്നിട്ട് വേഗം ഡയറക്ടർ വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താ മേഡം ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉടനെ ഞാൻ കയറി. അപ്പൊ എന്നിട്ട് അമ്മയെ ഇത് നീ തമിഴ് സിനിമയാണ്, മലയാള സിനിമയല്ല, തരുന്നത് വെറുതെ ഇല്ലാണ്ടാക്കണ്ട. അതെ, ഉള്ള റെസ്പെക്ട് തരുന്നത്. തമിഴിൽ നിന്നുള്ള പിന്നെ അടുത്ത പോക്കെന്ന് പറഞ്ഞാൽ തെലുങ്കിലേക്കാണ്. തെലുങ്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തെലുങ്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ കൂടുതലായിട്ട് ഞാൻ പറയാ എക്സ്പോസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അവിടെ എല്ലാം കംപ്ലീറ്റ്ലി കമേഴ്ഷ്യലൈസ്ഡ്. അപ്പോൾ തമിഴ്നാട്ടിലൊരു പരുത്തി വീരണോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല പടങ്ങൾ വരുമ്പോൾ അതിലൊന്നും എക്സ്പോസ് ചെയ്യാനൊന്നും എൻ്റെ കോൺസെപ്റ്റ് വരുന്നില്ല. പക്ഷെ തെലുങ്കിൽ അങ്ങനെയല്ല തോന്നുന്നു. തെലുങ്കാണ് ഇപ്പോൾ ഏറ്റവും, എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ബോളിവുഡ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈക്വലോ ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ. അവരത്ര എക്സ്പെൻഷൻ, അവരങ്ങനെ ഷൂട്ട് ചെയ്ത് തകർത്ത് ഷൂട്ട് ചെയ്യാം. എത്ര പൊട്ടപ്പടം ഓടും എന്നുള്ളത് അതിപ്പോൾ രഹസ്യമാണ്. എത്ര പൊട്ടപ്പടം ഓടും, കാരണം അവർക്ക് അങ്ങനെയാണ്. തമിഴിൽ പിന്നെ ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. മോശമാണെന്ന് പറഞ്ഞാൽ അങ്ങ് പോകാനൊക്കെ പ്രയാസമുണ്ട്, എത്ര വലിയ ആളുടെ പടമാണെങ്കിലും. പക്ഷെ തെലുങ്ക് എല്ലാ പടം ഓടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് എന്താ ഒന്നും നോക്കാനില്ല. അവർ കുറച്ച് നായികമാര് കുറച്ച് നല്ല എക്സ്പോസ് ചെയ്ത് അഭിനയിപ്പിക്കുക, അങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ കാർത്തിക വന്ന സമയത്ത് കുറച്ചും ഭയങ്കര റിസർവേഷൻ ആയിരുന്നു. ഇപ്പം മീശ മാധവനിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അത് താങ്കൾ എവിടെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ അധികം ഒരു എക്സ്പോസ് ലെവലിൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നീട് തമിഴിലേക്ക് പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഓ ഈ കുട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ തമിഴിലേക്ക് പോയല്ലോ. അപ്പം ആ ഇത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. ആ സമയത്ത് എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു വില്ലേജിൽ നിന്ന് വന്ന ഒരാളാണ്, നമുക്ക് അങ്ങനെ ഒരു പേടിയാണ്. നമ്മളങ്ങനെ എന്താ പറയുക, ഒരു സാധാരണ ഒരു പാവട മ്യൂസ് കേട്ട് നടന്നൊരു കുട്ടി, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നു. സിനിമയിൽ വന്നപ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ സിനിമ ബാധിച്ചു, വേറൊന്നുമല്ല. നമുക്ക് ചെയ്യണം എന്നൊരാഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അത്രയും നല്ലൊരു ക്യാരക്ടർ വിളിച്ചു. അതിൽ ടീച്ചറായിട്ടുള്ളൊരു നമ്മുടെ ടീച്ചർ ക്യാരക്ടറാണ്. അവിടെ നിന്ന് പെട്ടെന്ന് അവർ പറഞ്ഞു ഒരു പാട്ടിൽ മാത്രം, തമിഴ് സിനിമയ്ക്ക് അത് ആവശ്യമാണ്, അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ്, കുറച്ചൊന്ന് ഒരു മോഡേൺ കോസ്റ്റ്യൂമൊക്കെ ഇട്ടൂടെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
അത്രയും നല്ലൊരു ക്യാരക്ടർ വിളിച്ച് അങ്ങനെ തന്ന ഒരാൾക്കാരല്ലേ ചോദിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, എന്തായാലും വേണ്ടാന്ന് വെച്ചു. പക്ഷെ അവിടെ അങ്ങോട്ട് ഇപ്പോൾ തെലുങ്കിലേക്ക് പോണ സമയത്ത് തെലുങ്ക് ട്രൈ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒത്തിരി പ്രോബ്ലംസ് ആ തെലുങ്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മോഡേൺ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യണം എന്ന് പാട്ടിൽ സീനിലൊന്നും വേണ്ട, പാട്ടിൽ യൂസ് ചെയ്യണം എന്നൊക്കെ അവർക്ക് നിർബന്ധം. അത് എനിക്ക് താല്പര്യമില്ല. മോഡേൺ എന്ന് പറയുന്നത് മോഡേൺ എന്നല്ല ഒട്ടും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇനി അടുത്ത മലയാളം പ്രോജക്റ്റ്, അടുത്ത തമിഴ് പ്രോജക്റ്റ്? അടുത്തത് റിലീസ് മലയാളം ആയുധമാണ്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ശംഭു എന്ന് പറഞ്ഞൊരു പടം ചെയ്തു വെച്ചിരുന്നു. അതിപ്പോൾ ഓഗസ്റ്റിൽ റിലീസ് ആകുന്നുണ്ട്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ജിഷ്ണു ചേട്ടൻ കുറച്ച് നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു പടം, അതിൽ നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ ഒരു ക്രിസ്ത്യൻ ട്രേസിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, നല്ല വേഷമാണത്. അത് ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുക അതിൻ്റെ. പിന്നെ ഇപ്പോൾ വിനയൻ സാറിൻ്റെ നാളെയും നമ്മതി എന്ന് പറഞ്ഞൊരു പടം, അതിൽ നമ്മുടെ അതിശയനിൽ ചെയ്ത പോലെ ഒരു കളക്ടർ ക്യാരക്ടറാണ്. കന്നഡയൊക്കെ വെച്ചോ? കന്നഡ വെച്ചിട്ടില്ല. മുടി കൂടെ കെട്ടി വെച്ചോ? അത് ഞാൻ പറഞ്ഞു, മുടി വെട്ടില്ല, കന്നഡ വെക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. മുടി അഴിച്ച് എനിക്ക് ഇവിടെ ഒരു ബാൻഡ് കെട്ടിയേക്കാം, പിന്നെ ഒരു കന്നഡ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇപ്പം തന്നെ നല്ല വെച്ചിടാണ്, ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യുന്നു. പിന്നെ വടക്ക് നോക്കി എന്താണെന്ന് റിലീസ് ഉണ്ട്. പിന്നെ പുതിയൊരു തമിഴ് പടം കമ്മിറ്റ് ചെയ്തു, തിരുനെൽവേലിയിലാണ് ലൊക്കേഷൻ. ശ്രീമാൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ആളാണ്. അത് നല്ലൊരു റോഡ് പണിക്കാരിയായിട്ടൊരു ക്യാരക്ടർ. ഓക്കെ, അത് കുറച്ച് നല്ല സബ്ജക്റ്റാണ്. ഒരു തമിഴ് പടം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഇവിടുന്ന് പോയ ആൾക്കാർ ഫസ്റ്റ് ഇപ്പോൾ ലൈക്ക് മീര ജാസ്മിൻ മാധവൻ്റെ കൂടെയായിരുന്നു ലോഞ്ച് റൺ. അപ്പോൾ അങ്ങനെ ഒരു ഓൾറെഡി സൂപ്പർ താരങ്ങൾ, ഇപ്പോൾ താൻ നന്നായി ശരത് കുമാറിനോട് ഇപ്പോൾ സൂപ്പർ സ്റ്റാറിനോട്, അതിനുശേഷം വരുമ്പോഴാണ് സബ്ജക്ട്സിൽ ഈ ഹീറോനെ നോക്കാറുണ്ട് സാധനം, ഹീറോ ആരാണെന്ന് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വടക്ക് നോക്കി യന്ത്രം കാര്യമില്ല. എല്ലാവരും തമിഴിന്ന് വിളിച്ചിപ്പോഴും 2-3 പടമൊക്കെ എനിക്ക് പോയി, നല്ല സിനിമകൾ. പക്ഷെ അത് വേണ്ട, കുഴപ്പമില്ല. എല്ലാവരും ചോദിച്ചു എന്തിനാ ഇങ്ങനെ റിസ്ക്, തമിഴിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക, തനിക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചത് അതങ്ങനെ അങ്ങ് ചെയ്തു.